അതിർത്തിയിൽ ഇന്ത്യ കൂടുതൽ സേനാവിന്യാസം തുടങ്ങി. പൂർണ്ണ സേനാവിന്യാസത്തിന് തയ്യാറെടുക്കാൻ അർദ്ധസൈനിക വിഭാഗത്തോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ അടിയന്തര ചർച്ചകൾ തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അർദ്ധസൈനിക വിഭാഗങ്ങളുടെ യോഗം വിളിച്ചു. വ്യോമാതിർത്തി ലംഘിച്ച് ആക്രമണം നടത്തിയെന്ന പാകിസ്ഥാന്റെ അവകാശവാദം ഇന്ത്യ തള്ളി. സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും. 3:15-നാണ് വാർത്താസമ്മേളനം. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാഗേഷുമുണ്ട്. ആദ്യം ഉണ്ണിയിലേക്ക്. ഉണ്ണി, സ്ഥിതിഗതികൾ വിശദീകരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പാകിസ്ഥാന്റെ അവകാശവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഔദ്യോഗിക നിലപാട് അറിയിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും രേണുക, വളരെ പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനമാണ് 3:15 വിദേശകാര്യ മന്ത്രാലയത്തിൽ നടക്കാൻ പോകുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് നിലവിലുള്ള സ്ഥിതിഗതികളിലുള്ള ഇന്ത്യയുടെ പ്രതികരണമാണ് അറിയിക്കാൻ പോകുന്നത്. ഈ വാർത്താ സമ്മേളനത്തിന്റെ പ്രാധാന്യം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉള്ള ഇന്ത്യയുടെ പ്രതികരണമായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിൽ നൽകാൻ പോകുന്നത്. രാവിലെ പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യക്ക് അവരുടെ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി നൽകി പകൽ തന്നെ ഇന്ത്യയിൽ ആക്രമണം നടത്തി, വ്യോമാക്രമണം നടത്തിയെന്നായിരുന്നു. മാത്രമല്ല, പാകിസ്ഥാൻ ഉന്നയിച്ച മറ്റ് 2 അവകാശവാദങ്ങൾ, ഇന്ത്യയുടെ 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു, അതിൽ ഉള്ള പൈലറ്റുമാരെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരു പൈലറ്റിനെ പിടികൂടിയെന്ന് പാക് മാധ്യമങ്ങളടക്കം ചില വീഡിയോകളും മറ്റും നൽകിക്കൊണ്ട് വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. വാർത്താ ഏജൻസിയായ ANI തന്നെ അല്പസമയം മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു പൈലറ്റ് അധികം ചുമതലയ്ക്ക് പോയതിനു ശേഷം ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് സംബന്ധിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പറയുന്ന അവകാശവാദങ്ങൾ ശരിയാണോ എന്നത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ വിദേശകാര്യ സെക്രട്ടറിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കാം. ഒപ്പം പാകിസ്ഥാന്റെ ഈ അവകാശവാദങ്ങളെ ഏത് തരത്തിൽ കാണുന്നു, അവരുടെ പ്രകോപനങ്ങളെ എങ്ങനെ ഇന്ത്യ നേരിടും തുടങ്ങിയ കാര്യങ്ങളിലും ഒരു വ്യക്തത വിജയ് ഗോഖലെയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. കാരണം ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും അവസരമില്ലാത്ത വിധത്തിൽ ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. സുരക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അതുപോലെ ഒരുപക്ഷെ ഒരു പ്രസ്താവന വായിച്ചുകൊണ്ട് ആ വാർത്താ സമ്മേളനം വളരെ ഹ്രസ്വമായി അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പോഴും അറിയേണ്ടത് ആ പ്രസ്താവനയിൽ എന്തൊക്കെ വിവരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ചാണ്. അതേസമയം വളരെ വിശദമായ അവലോകന ചർച്ചകളും മറ്റും നടന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഈ അവകാശവാദങ്ങളും പ്രകോപനങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അർദ്ധസൈനിക വിഭാഗങ്ങളുടെ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. വ്യോമ ഗതാഗതത്തിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു 8 വിമാനത്താവളങ്ങളിൽ. അതിൽ വ്യോമ ഗതാഗതത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം പിൻവലിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. വിവിധ അതിർത്തിയോട് ചേർന്നിരിക്കുന്ന വിമാനത്താവളങ്ങളിലടക്കം വ്യോമഗതാഗതത്തിന് 3 മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് തുടക്കത്തിൽ പുറത്തുവന്നിരുന്ന വിവരങ്ങൾ. ജമ്മു, കശ്മീർ, ലേ ഒപ്പം തന്നെ അമൃത്സർ അടക്കമുള്ള വിമാനത്താവളങ്ങളിലെ വ്യോമഗതാഗതമാണ് നിയന്ത്രിച്ചിരുന്നത്. ഒരു ഘട്ടത്തിൽ ഉത്തരേന്ത്യയിലൂടെയുള്ള വ്യോമഗതാഗതം പൂർണ്ണമായും വിലക്കിയെന്നുള്ള വാർത്തകളും പുറത്തുവന്നതാണ്. പാകിസ്ഥാനിലും വ്യോമഗതാഗതത്തിന് കാര്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഒരു വ്യോമസേനയുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നുള്ള അഭ്യൂഹങ്ങളും മറ്റും പ്രചരിച്ചതാണ്. അതിനിടെയാണ് പല വിമാനത്താവളങ്ങളിലും ഏർപ്പെടുത്തിയിരുന്ന വ്യോമഗതാഗതത്തിനുള്ള നിയന്ത്രണം നീക്കിയിരിക്കുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. ഏതായാലും ഇന്ത്യയുടെ പ്രസ്താവന എന്താണ് എന്ന് തന്നെയാണ് ഇനി അറിയാനിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ടുള്ള പ്രസ്താവനയായിരിക്കുമോ, അല്ല പാകിസ്ഥാന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് 3:15 വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അറിയേണ്ടത്. തീർച്ചയായും ഉണ്ണി, ഇക്കാര്യത്തിൽ ഇതുവരെയും ഉന്നതതല യോഗങ്ങൾ അവിടെ പുരോഗമിച്ചു വരികയായിരുന്നു. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുടെ നേതൃത്വത്തിലുള്ള യോഗങ്ങളായിരുന്നു അത്. ഇനിയും അത്തരം യോഗങ്ങൾ നടക്കാനും ഇരിക്കുന്നു, അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും മറ്റുമൊക്കെ. ആ ചർച്ചകളിൽ, ആ കൂടിക്കാഴ്ചകളിലൊക്കെ ഉണ്ടായ ഒരു തീരുമാനമായിരിക്കുമോ MEA അറിയിക്കാൻ പോകുന്നത്? കൂടുതൽ സംയമനം എന്നതിൽ ഊന്നിയായിരിക്കുമോ ഇന്ത്യ നിലപാടെടുക്കാൻ പോകുന്നത്? നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? അത്തരത്തിലുള്ള സൂചനകളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇന്ത്യയുടെ തുടർ നീക്കം എന്താകുമെന്ന് സംബന്ധിച്ച് ഒരു തരത്തിൽ ഇന്നിപ്പോൾ നടന്ന അവലോകന യോഗങ്ങളിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിലെ സൂചനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായി സൈന്യത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അർദ്ധസൈനിക വിഭാഗങ്ങൾക്കായാലും സൈനിക വിഭാഗങ്ങൾക്കായാലും അതിർത്തിയിൽ പൂർണ്ണ സേനാ വിന്യാസത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നുവെന്ന മട്ടിലാണ് വരുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലുള്ള സൈനിക വിന്യാസങ്ങളൊക്കെ തന്നെ നടക്കാനും സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും അതിർത്തിയിൽ
മറ്റൊരു തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ കൂടി എടുക്കുന്നുണ്ട് സൈന്യവും മറ്റ് സർക്കാർ അധികൃതരും. അതായത് അതിർത്തിയിൽ ഉള്ള ജനവാസ മേഖലയിലുള്ള സാധാരണക്കാരെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ ബാധിക്കരുത്. അതുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അവരെ കൂടുതൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ഇന്ന് ചേർന്ന വിവിധ അവലോകന യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച് സേനയ്ക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആൾക്കാരെ സംഘർഷമുള്ള മേഖലകളിൽ നിന്നും മാറ്റിക്കൊണ്ട് അവർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ് ഇന്ത്യ ഒരുങ്ങുന്നത് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് തിരിച്ചടി നൽകുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായും പാകിസ്ഥാനെ അവർ പ്രകോപിപ്പിച്ചാൽ അതിന് മറുപടി നൽകുക എന്നതായിരിക്കും